തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചെക്കിലല്ലേ. ഓക്കെ, ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. രാവിലെ ഞാനും കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് അൻഷാദ് പാല എന്ന് പറയുന്ന ഈ വ്യക്തി. ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം, ഇപ്പോൾ കിച്ചുവിനാണോ കൂടുതൽ സപ്പോർട്ട്? ആണ്. എന്തായാലും കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ടെന്നൊന്ന് അറിയണമെന്ന് ആഗ്രഹം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു തരും. അടിച്ചു തരും, ധൈര്യമായിട്ട് അടിച്ചു തരും. എത്ര പേരുണ്ടെന്നൊന്ന് നോക്കട്ടെ. ഇത്ര ആൾക്കാർ, കാരണം അവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇന്ന് കേരളത്തിലെ എല്ലാ അമ്മമാരുടെയും പൊന്നുമോനല്ലേ. ആ പൊന്നുമോന് വേണ്ടി അമ്മമാരൊന്ന് ലൈക്ക് അടിച്ച് കിച്ചുവിൻ്റെ സപ്പോർട്ടൊന്ന് കാണട്ടെ ഞാൻ. ഓക്കെ, നീ പറയുന്ന വ്യക്തി വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. രേണു ആത്മഹത്യ ചെയ്തു, അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മൊത്തം ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എൻ്റെ ഇൻസ്റ്റയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ യൂട്യൂബിലും കൂടെ ഫേസ്ബുക്കിലും ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ സംസാരിക്കാൻ വന്നില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ ചോദിക്കുക, ഡാനി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, ഡാനി ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തരണമെന്നും പറഞ്ഞു. കാരണം ഞാനാണല്ലോ ഈ പറയുന്ന കിച്ചുവിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തി. ഇന്ന് കിച്ചുവിന് ഞാനാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കോണ്ടന്റ് എടുക്കണ്ട, വിട്ടേറാ. ഞാൻ പറഞ്ഞു ഓക്കേടാ, ഞാൻ എടുക്കുന്നില്ല. പക്ഷേ എന്നെ ഓരോരുത്തരും മെസ്സേജ്, നിനക്കെന്താ മറുപടി ഇല്ലാത്ത, നീ എന്താ മിണ്ടാത്ത എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കുക. ഓക്കെ, അപ്പം ഈ പറയുന്ന വ്യക്തി അൻഷാദ് പാല എന്ന് പറയുന്നത് വർക്ക്ഡ് അറ്റ് മലയാളം ഫിലിം ഇൻഡസ്ട്രി, പ്രൗഡ് ടു ബി പാലക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ കിടക്കുന്നത്. ഓക്കെ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണു തൂങ്ങി എന്നുള്ള രീതിയിലാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഈ പറയുന്ന രേണു സുധിയെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വയ്യാത്ത കാര്യത്തിന് വേണ്ടിയാണ് കൊണ്ടത്. ഇപ്പോൾ പുള്ളിക്കാരി വീട്ടിലുണ്ടെന്നാണ് അറിയാനും കഴിഞ്ഞിട്ടുള്ളത്. രേണു തൂങ്ങിയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ തൂങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. നമുക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. അവർ തൂങ്ങിയിട്ടൊന്നുമില്ല, ആരോ എന്തോ വന്നിട്ട് എന്തൊക്കെയോ വിവരക്കേട് വിളിച്ച് പറയുകയൊക്കെ ചെയ്തതായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വ്യക്തി അവരുടെ ഫാമിലിയായിട്ടൊക്കെ നല്ല കൂട്ടും കാര്യങ്ങളൊക്കെയാണെന്നാണ് അറിയാനും കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം, എന്താണ് പറയുന്നത് എന്നുള്ള രീതിയിലാണ്. രാവിലെ കയറി തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചെക്കിലല്ലേ അമ്മയായിട്ട് കാണാം. രേണു ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസർ ആണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു രാവിലെ കയറി തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ കുറച്ചിനെ കെട്ടി വയ്ക്കാറുണ്ട്. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞാണ് ഏറ്റവും കൗതുകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവളുടെ മൂത്ത മകനെ അവകാശപ്പെടുന്ന ഒരു പാരനാരി ഉണ്ടാവേ. ഓക്കെ, കാരണം കിച്ചു എന്നുള്ള രീതിയിൽ ആണ് എന്നാ പുള്ളി ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ കിച്ചു ആണ് എന്നുള്ള രീതിയിൽ ഇപ്പൊ വന്നിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ അംഗീകരിക്കൂ, അക്സെപ്റ്റ് ചെയ്യൂ. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇതിനേക്കാളും വലിയ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ നടന്നിട്ടുണ്ട്. ഈ പറയുന്ന രേണു സുധിക്ക് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും കുലുങ്ങാത്തൊരു മരമാണ് ഈ പറയുന്ന രേണു സുധി എന്ന് പറയുന്ന വ്യക്തി. എന്നിട്ട് ഈ കിച്ചു എങ്ങാണ്ട് എന്തോ വന്ന് പറഞ്ഞെന്നും പറഞ്ഞിട്ട് തൂങ്ങുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അഥവാ തൂങ്ങിയാലും വന്നിട്ട് ഇപ്പം നിങ്ങൾ ആ ഒരു വീട്ടിൽ നല്ല ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഇത് സോഷ്യൽ മീഡിയ വന്ന് പറയാൻ കൊള്ളാം. പറയാൻ വന്നിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അറ്റവും മൂലമൊക്കെ തപ്പിപ്പിടിച്ച് പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് വല്ല ബോധമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക് ബ്രോ. ഞാനിത് മാന്യമായിട്ട് മാത്രം സംസാരിച്ചു പോകുന്നൊരു വിഷയമാണ്. ചില കാര്യങ്ങൾ ഒളിപ്പിച്ചും പാതമൊക്കെ വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിലാണെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ മനസ്സിൽ വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ വിഷമത്തോടൊക്കെ ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ചില കാര്യങ്ങളൊക്കെ എനിക്കും വേണമെങ്കിൽ ഇതൊക്കെ വന്ന് വിളിച്ച് പറയാം, തെളിവ് സഹിതം നിരത്താം, പലതും കേൾപ്പിക്കാം ആൾക്കാരെയൊക്കെ. എന്തുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല? എന്നെ ഇപ്പോൾ ഇത്ര ആൾക്കാർ എന്നെ പച്ചയ്ക്ക് കീറുന്നുണ്ട്. ഈ ഒരു വിഷയത്തിലാണെങ്കിൽ എന്നെ തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടൊരു അക്ഷരം മിണ്ടുന്നില്ല? അതും കൂടെ ആലോചിച്ച് നോക്കണം. ശത്രു ആയാലും ശരി, ആരായാലും ശരി, ആ ഒരു വ്യക്തിയെ നമ്മൾ അന്ന് ആലോചിച്ച് നോക്കണം. രേണുവിൻ്റെ അസുഖം എന്ന് പറഞ്ഞത് നിങ്ങൾ പറയുന്ന ക്യാൻസർ വന്നാൽ പെട്ടെന്ന് മാറുമെന്ന് പറയുന്ന പോലെ അല്ല, 4th സ്റ്റേജാണ്. അതുപോലെ തന്നെ വേറെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരെ നമ്മൾ സൈബറിലിട്ട അവൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഇപ്പം എല്ലാ എന്താ പറയണ്ട, സിമ്പതി തോന്നിയ കുറേ ആൾക്കാർ ഉൾപ്പെടെ ഇപ്പോൾ അവരെ വലിച്ചു കീറുന്നുണ്ട്. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, ശ്രദ്ധിക്കാൻ എന്താ പറയണ്ടേ, ഇപ്പം അവരെ ശ്രദ്ധിക്കേണ്ട സമയം. ഇപ്പം അവരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട സമയം. അവരെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പം അവരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശത്രു ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഞാനുള്ള കാര്യം തുറന്നു പറയാം, ശത്രു ആയാലും ശരി, ആരായാലും ശരി,
ഇപ്പം അവരെ ശ്രദ്ധിക്കേണ്ട സമയവും. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ഞാൻ പുണ്യാളനൊന്നും അല്ല, പുണ്യാളനാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ. ഞാൻ ഒരുപാട് വലിച്ചു കീറി ഒരു മൂലക്കാക്കിയ ഒരു ആളെയാണ് ഈ പറയുന്ന രേണുസുതി എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ കുറച്ചൊക്കെ കാര്യത്തില്ല എനിക്ക് നന്മ കണ്ട നന്മ, അത് എനിക്ക് അങ്ങനെയാണ്. ചിലതൊക്കെ കണ്ടാൽ ഞാൻ വിട്ടുകളയും, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളെപ്പോലല്ല, എനിക്കും കുറേ ഒക്കെ വായിലൊക്കെ വരും, ശ്രദ്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, ശ്രദ്ധിച്ച് സംസാരിച്ച് എൻ്റെ വായിൽ നിന്നൊരു അബദ്ധമൊന്നും വിടരുതെന്ന് കരുതി മാത്രം പിടിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇപ്പോൾ അവരുടെ പാട്ടിന് വിടാൻ നോക്കുക. അവരൊന്നും വന്നിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഈ പറയുന്ന പോലെ ഞാൻ തൂങ്ങി, അല്ല ഈ പറയുന്ന പോലെ കിച്ചു ആണ് കാരണമെന്നൊന്നും അവർ വന്ന് എവിടെയെങ്കിലും വന്ന് പറഞ്ഞോ? ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം പോലും അവരൊന്നും വന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഈ പുള്ളിക്കാരൻ ആ വീട്ടിലെ ആൾക്കാരോട്ടൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ വന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞതിനോട് എനിക്കൊരു യോജിപ്പില്ല. ചിലപ്പം ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണാതിരിക്കാം, ഈ പറയുന്നവർ വല്ലതും ചെയ്ത് കണ്ടായിരിക്കാം, ഈ പറയുന്ന ലിബു ചേട്ടൻ അവരെ ഹോസ്പിറ്റലിൽ വരെ എന്തോ നിങ്ങളുടെ കണ്ടത് വെച്ചായിരിക്കും, നിങ്ങളുടെ സ്നേഹം കൊണ്ടായിരിക്കും അതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചും മറച്ചും വെക്കേണ്ടടുത്ത് അത് വെച്ചേ പറ്റൂ. ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് നല്ല ദേഷ്യവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, അവനും ചെന്ന് ഊരാ കുടുക്കി പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണമേ ഇവിടെ എല്ലാം നശിച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ പേരാണ് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ. ഞാൻ ആലോചിച്ച് പോയെന്ന് വെച്ചാൽ ഇതുപോലൊരു ഗതികെട്ടവൻ ഈ ലോകത്തില്ല, ഇതുപോലൊരു ഗതികെട്ടവൻ ഈ ലോകത്തില്ല. മരിച്ചു കഴിഞ്ഞാലാണ് ഇന്ന് പോയി ഒരു സൗകര്യം ഇല്ലാത്തൊരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതെയാണ്. കാരണം അതുപോലത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വന്ന് പറയാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെയും സൈബർ അറ്റാക്കും കാര്യങ്ങൾ കൂടുതൽ ടെൻഷനായി അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാകും. ഒന്നാമത് അവർക്ക് മെഡിസിൻ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല, ആളങ്ങ് സ്പോട്ടിൽ തന്നെ വീഴും. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം, പെട്ടെന്ന് അവർ വീഴുന്നത്. അവരെ പിടിച്ചു നിർത്താൻ ഒരാൾ വേണം. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരിക്കാണെങ്കിൽ ഈ ഫോണും കാര്യങ്ങളും അങ്ങനെ കൊടുക്കത്തൊന്നുമില്ല. പക്ഷേ ചില സമയത്തൊക്കെ ഫോൺ മേടിച്ചിട്ട് നോക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അല്ല, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കതൊരു പ്രശ്നമാവും. നിങ്ങൾക്ക് വിവരമുള്ളവർക്കത് മനസ്സിലാക്കാൻ പറ്റും. ക്യാൻസർ പേഷ്യൻ്റ് ആണ്, ചുമ്മാ ഒരു പാരസിറ്റമോൾ കഴിച്ചാൽ മാറുന്ന വിഷയമല്ല. നിങ്ങളത് ആലോചിച്ച് കണ്ടിട്ട് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഓരോരുത്തർ തെറി വിളിക്കുന്നവർ ആലോചിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാനും അവരെ നല്ല രീതിയിൽ വിമർശിച്ച ഒരാളാണ്. 2-3 കാര്യത്തിൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഞാൻ അത് പറഞ്ഞപ്പോഴും ഞാൻ കാശ് മേടിച്ച് അത് പറഞ്ഞു ഇത് പറഞ്ഞു, എന്നെ പറയാത്തവരൊന്നുമില്ല. എന്തിന്? ഞാൻ ക്യാൻസർ പിടിച്ച് മരിച്ചു പോകുന്നവരെ പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പോട്ടെ, അവൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടെന്ന് പോലും ഒരു മനുഷ്യർ പോലും ഇപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രേണുവിൻ്റെ വിഷയമല്ലേ, ആരും സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാലോ. എന്താ ഇനി ചേട്ടൻ ബാക്കിയും കൂടെ പറ. അറിയാം, അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തുങ്ങിയത്. ഞാനവളെ കുറേ ചീത്ത വിളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തെങ്കിലും പറഞ്ഞ പോലും ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്, മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെ തകർന്നു പോകും. നീ ഇപ്പോൾ ചേട്ടൻ അത് സോഷ്യൽ മീഡിയ വന്ന് ഇപ്പോൾ പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ചേട്ടാ. ചേട്ടൻ കാണിച്ചത് ഏറ്റവും വലിയൊരു തെറ്റെന്നേ ഞാൻ പറയത്തുള്ളൂ. അതിപ്പം ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം. ഇതിപ്പോൾ എല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്യും. ഇത് പുതിയൊരു നാടകമാണെന്ന് പറയും. ഇത് പുതിയ നാടകമാണ്, എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും കിച്ചണിലോട്ട് പോകുന്ന കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന രേണു അത് ചെയ്തെന്നുള്ള രീതി വരെ ആൾക്കാർ വരുത്തി തീർക്കും. ഇവിടെ ആരും, ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ അവനെ ഇപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അത്യാവശ്യം എല്ലാവർക്കും യൂട്യൂബ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾക്ക് പല ആൾക്കാർക്കും എല്ലാം അറിയാം. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാനും ആലോചിച്ചിട്ടുണ്ട്, എന്തെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്കൊരു പിടുത്തവും കിട്ടിയിട്ടില്ല. ഇപ്പം എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ള രീതിയിലാണ്. പിന്നെ എന്ത് ചെയ്യാനാ, സോഷ്യൽ മീഡിയ അല്ലേ, സപ്പോർട്ട്, വ്യൂസ്, ക്യാഷ്, അതൊക്കെ നോക്കുമ്പോൾ പിന്നെ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? എനിക്ക് ഈ ഒരു വീഡിയോ ഞാൻ സത്യം പറഞ്ഞ ഉള്ളിൽ നല്ല രീതിയിൽ വിഷമിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. പിന്നെ എന്താ പറയണ്ടേ, ഇത്രയൊക്കെ പറയുമ്പോഴാണെങ്കിലും രേണുവിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് തെറ്റുകൾ. പിന്നെ അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. പഴയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം അവർ നല്ല രീതിയിൽ, അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ അല്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. ഇപ്പോൾ ഈ കടന്ന് അലറി വിളിക്കുന്നവരാണെങ്കിൽ പോലും നാളെ എന്താ പറയണ്ടേ, ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും. ഉള്ള കാര്യം ഞാൻ പറയാം, ഒരു കാര്യത്തിലെങ്കിലും അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ
ഞാനത് അത്ര ഉറച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത്. അത്ര എനിക്ക് ഉറപ്പുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ എന്താ പറയുക, ഈ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനും അവനെ ആദ്യം സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ഞാൻ നല്ല രീതി ഞാനിപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് കിട്ടിയാൽ എനിക്ക് ചിലപ്പോൾ നല്ല റവന്യൂ കിട്ടും, നല്ല പൈസ എനിക്ക് കിട്ടും, നല്ല ഫോളോവേഴ്സും നല്ല സബ്സ്ക്രൈബേഴ്സും, എന്താ പറയുക, എൻ്റെ ചാനൽ കുറച്ചും കൂടെ റീച്ച് ആകും. പക്ഷെ നമ്മളിവിടെ ഇരിക്കുന്നതിന് കുറച്ച് ഇതില്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറെ ചീത്ത വിളിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നും പറഞ്ഞ പോലും ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെ തളർന്നു പോകും. അതറിയാതെ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ വന്നിട്ട് ഇപ്പം ഈ ഒരു സംസാരിക്കുമ്പോൾ ഇത് അവരുടെ ചെവിയിലെത്തുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ചേട്ടൻ അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെക്കാളും അത്യാവശ്യം മെച്യൂരിറ്റിയും കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇതൊക്കെ വന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ഏത് ലെവലിൽ പോകുന്നതെന്ന് ആലോചിച്ച് നോക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാനിത് പറഞ്ഞാലാണെങ്കിൽ പോലും എൻ്റെ വീഡിയോ പോലും കാണാതെ വന്നിട്ട് തെരുവ് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. എല്ലാ എന്താ പറയട്ടെ, ഈ ജനങ്ങൾക്കൊന്നും അറിയത്തില്ല. സത്യം പറയാലോ, ഈ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊന്നും എന്താണ് റിയാലിറ്റി എന്നൊന്നും ഇവിടെ ആർക്കും അറിയത്തില്ല. ഉള്ള കാര്യം പറയാം, നമുക്ക് കുറച്ച് ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയാം, കുറച്ച് ആൾക്കാർക്ക് മാത്രം കാര്യങ്ങൾ അറിയാം. ഞാൻ അറിഞ്ഞിട്ടൊക്കെ ചേട്ടൻ പറ എന്നിരുന്നാൽ പോലും ഞാൻ പറയാലോ, ഈ കിച്ചു എന്ന് പറയുന്ന ഒരു അവനെ എന്താ പറയുക, കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിൽ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത്. ഈ അറിയുമ്പോൾ അങ്ങനെ മോനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം. ശരിയല്ലേ? സ്വന്തം അമ്മയായിട്ട് കാണാൻ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ആണെങ്കിലും ഇവൻ കാണിച്ച കുറേ മണ്ടത്തരങ്ങളുണ്ടായിരുന്നു, ചില ലൈവിൽ വന്നിട്ടൊക്കെ ഉള്ളത്. വിവരമുള്ളവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വായന ഇന്ത്യ വീണ് പോയി. ഞാൻ എന്താ പറയാനാ, ഞാൻ ഇതിൽ ഒറ്റ ഷോട്ടിൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എനിക്കിനി കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, അവിടെ കിടക്കുന്നേ കിടക്കട്ടെ, അത്രേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ ഒരു കാര്യം തുറന്ന് പറയാൻ, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അറിയാലോ, പ്രമുഖരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ കിച്ചുമോനെന്നും പറഞ്ഞ് നടക്കുന്നത്. അവർക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ സത്യാവസ്ഥ. അവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിലും, ഇവനെ സപ്പോർട്ടിന് വേണ്ടിയും അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലും ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെങ്കിൽ എന്നോട് എത്ര പേര്, ഞങ്ങളുടെ യൂട്യൂബ് ഈ ഫീൽഡിൽ നിൽക്കുന്നവർ, ഞങ്ങൾ ഇതിനെക്കുറിച്ച് എത്ര നേരം സംസാരിച്ചു. അവൻ കേട്ടോ. പക്ഷെ നമുക്ക് പറയാൻ പറ്റുകൂടാ മോനെ, പറയാൻ പറ്റൂടാ ഡാനി നമുക്കത് പറയാൻ പറ്റൂടാ ഡാനിയെ, നമ്മുടെ ചാനലിനെ ബാധിക്കും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ ഉറക്കവും വരത്തില്ല. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ അന്ന് ദേഷിച്ച് സംസാരിച്ചിട്ട് പോവുകയൊക്കെ ചെയ്തത്. നല്ല ദേഷ്യത്തല്ലേ ഞാൻ സംസാരിച്ചത്, നല്ല രീതി ദേഷിച്ച് സംസാരിച്ചത്. പക്ഷെ ഞാൻ എല്ലാം വിളിച്ച് പറഞ്ഞു, ഇല്ല ഞാനെല്ലാം ഒതുക്കി പഠിച്ച് ഒരു മൂലയ്ക്ക് അങ്ങ് ഇരിക്കുകയാണ്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, നല്ല നന്ദയ്ക്ക് ജനിച്ചുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതൊരു മൂലയ്ക്ക് ഇരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞിട്ട് അമ്മയായിട്ട് കാണാം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമലിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വിളിപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചേണ്ട ഫോണും സുധി ഉപയോഗിച്ചേണ്ട ഫോണുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. അവളെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ പെണ്ണിന്ന് രാവിലെ തൂങ്ങിക്കിടക്കായിരുന്നു. എന്നിട്ട് ഒരു കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോൾ ചേട്ടാ, പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ സംസാരിക്കണം. ആ പാടെ ഇത്രയേ ഉള്ളൂ. അവർക്ക് ഒരു നൂല് മതി, നൂല് വേണ്ട. സത്യം പറഞ്ഞാൽ നൂലിൻ്റെ പാതിയുടെ പാതി വല്ലതും മതി. ഇങ്ങനെ തൂങ്ങിക്കിടക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുക, അങ്ങനെ ഒന്നും സംസാരിക്കുകയൊന്നും ചെയ്യല്ലേ. ഇവരൊക്കെടും കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ആൾക്കാർ വേണമെങ്കിൽ പോയിന്റ് വെച്ചിട്ട് അവൻ അങ്ങനെ പറഞ്ഞില്ലേ, അവൻ്റെ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയും. ഓക്കെ, ഞാൻ കൂടുതലായിട്ടും ഇദ്ദേഹത്തിനെ ഞാൻ വലിച്ചു കയറാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം വിവരമുള്ള ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പം കണ്ടു കാണുമായിരിക്കാം, ആ ഒരു വിഷമം കൊണ്ട് ചിലപ്പം പറയുന്നതായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട്. എന്തായാലും മനസ്സിലാക്കുന്നവരൊക്കെ മനസ്സിലാകട്ടെ. എല്ലാം അറിഞ്ഞുകൊണ്ടും എല്ലാ കാര്യങ്ങളും എല്ലാം സത്യം അറിയാം. പക്ഷെ എന്നിട്ടും വന്നിട്ട് ഇങ്ങനെ ഇരുന്നൊക്കെ ചിലരൊക്കെ സംസാരിക്കുന്ന കാണുമ്പോഴാണ് രസം വരുന്നത്. കാരണം എല്ലാവർക്കും നിലനിൽപ്പല്ലേ വേണ്ടേ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ വല്ലതും പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാവും. ഇതെനിക്കിപ്പം ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടാണ്, സംസാരിച്ചപ്പം എടാ ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. ശരി, ഞാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നിട്ട് വേറെ കണ്ടന്റ് അങ്ങോട്ട് എടുത്തപ്പം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമ്മാനം കിട്ടത്തില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി.
പിന്നെ നല്ല വിവരമുള്ള ആൾക്കാർക്ക്, അങ്ങനെ വിവരമുള്ളവർക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്താ പറയണ്ട മനസ്സിലാക്കാൻ പറ്റും, വിവരമുള്ളവർക്ക് മാത്രം. പിന്നെ അവർക്ക് ക്യാൻസറാണ്, അതും കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇത് പ്രശ്നം ഇച്ചിരി ഗുരുതരമാണ്. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാലോ, നല്ല പ്രശ്നമുണ്ട്. അത് ഇച്ചിരി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അല്ല. അത് എനിക്ക് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് മയത്തിലൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്നവരോടാണ് ഞാനീ പറയുന്നത്, മയത്തിൽ പറയാം. പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്, രേണുവിൻ്റെ എനർജി കിച്ചുവിനെ പറയാൻ നേരത്തുള്ള രേണുവിൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ട് അവിടെ അസുഖമെല്ലാം മാറി ഓർമ്മയൊക്കെ തിരിച്ചു വന്നു എന്നൊക്കെയുള്ള രീതിയിലാണ്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരത് ഇന്നിച്ച് അതിൻ്റെ തെളിവും കാര്യങ്ങളും ഒക്കെ അവർ കാണിച്ചു കാണും. ആ ഒരു ചാറ്റ് കുറച്ച് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഒരുപാട് ചാറ്റുകൾ ഇനിയും കിടപ്പുണ്ട്, വോയിസുകൾ കിടപ്പുണ്ട്, പലവരെ എടുത്തിട്ട് ഇടി വേണ്ട ഒന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതൊക്കെ വന്നു കഴിയുമ്പോഴേ നിങ്ങളൊക്കെ വാഴ്ത്തിപ്പാടും. കാരണം രേണു ഹേറ്റേഴ്സ് ഒരുപാടുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവരെല്ലാം ഇങ്ങനെ ഇറങ്ങിയിരിക്കുക. ഒന്നും ഞാൻ പറയുന്നില്ല, കൂടുതലായിട്ടൊന്നും ഞാനിവിടെ സംസാരിക്കുന്നുമില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം ഞാനൊന്നും കൂടെ പറയുന്നുള്ളൂ, പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അവൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഇല്ലാണ്ടാവുന്നുള്ള രീതിയിൽ അങ്ങ് നിങ്ങൾ അത് ചെയ്യും. കാരണം കൂടുതൽ ആൾക്കാർ അതാ ചെയ്യുന്നത്. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ഇടും, അങ്ങ് തൊലഞ്ഞാൽ മതിയായിരുന്നു, ശല്യത്തിൻ്റെ ഇതങ്ങ് തീരുമെന്നുള്ള രീതി അങ്ങനെ അവരെ കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. പ്രാർത്ഥിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബൈ, ലവ് യു ഓൾ ഗൈസ്.